IPL-ന്റെ 18ാം സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരവധി ഇന്റർനാഷണൽ താരങ്ങൾ IPL കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിനു വേണ്ടി ഗംഭീര പെർഫോമൻസ് നടത്തുന്ന കുറച്ച് താരങ്ങൾ IPL-ൽ വന്ന് സൂപ്പർ ഫ്ലോപ്പ് ആകുന്നത് ഒന്നിൽ കൂടുതൽ തവണ ടൂർണമെന്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ IPL-ലെ ചില സ്കാം പ്ലെയേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 1 റിക്കി പോണ്ടിംഗ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരവും ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളുമാണ് റിക്കി പോണ്ടിംഗ്. 2008 മുതൽ 2013 വരെയുള്ള കാലയളവിൽ കൊൽക്കത്ത, മുംബൈ തുടങ്ങി 2 ടീമുകൾക്ക് വേണ്ടിയാണ് പോണ്ടിംഗ് കളിച്ചിട്ടുള്ളത്. എന്നാൽ ഓസ്ട്രേലിയക്ക് വേണ്ടി താരം നടത്തിയതിന്റെ 10-1 പെർഫോമൻസ് പോലും IPL-ൽ വന്നിട്ടില്ല. 10 മത്സരങ്ങളിൽ നിന്ന് 10 ആവറേജിൽ 91 റൺസാണ് പോണ്ടിംഗിന്റെ സമ്പാദ്യം. 2013-ൽ മുംബൈയുടെ ക്യാപ്റ്റനായി പോണ്ടിംഗ് വന്നപ്പോൾ ടീമിന്റെ മോശം പെർഫോമൻസ് കാരണം സീസണിന്റെ പാതി വഴിയിൽ വെച്ച് ക്യാപ്റ്റൻസി ഉപേക്ഷിച്ച് ടീമിന്റെ പ്ലേയിങ് ലെവലിൽ നിന്നും സ്വയം പിന്മാറുകയും പോണ്ടിംഗ് ചെയ്തിരുന്നു. രോഹിത് ആ സീസണിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ ടീം കപ്പടിക്കുകയും ചെയ്തു. നമ്പർ 2 സൗരവ് ഗാംഗുലി. കൊൽക്കത്തയുടെ ഐക്കോൺ പ്ലെയറായിട്ടാണ് ദാദ IPL-ൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ഫിയർലെസ് ക്യാപ്റ്റന് ഇന്ത്യൻ ടീമിന് വേണ്ടി നടത്തിയ പെർഫോമൻസ് അവിടെ നടത്താൻ പറ്റിയില്ല. 2008-ൽ KKR-നെ ഗാംഗുലി നയിച്ചപ്പോൾ 8ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്തത്. തൊട്ടടുത്ത വർഷം ക്യാപ്റ്റൻസി മാറ്റിയെങ്കിലും വീണ്ടും 2010-ൽ ഒരിക്കൽ കൂടി ഗാംഗുലി കൊൽക്കത്തയുടെ ക്യാപ്റ്റനായി. എന്നാൽ ആ സീസണിലും നിരാശ മാത്രമായിരുന്നു ടീമിന് ലഭിച്ചത്. പിന്നീട് പൂനെ വാരിയേഴ്സിന്റെ ക്യാപ്റ്റനായി ഗാംഗുലി നിയമിക്കപ്പെട്ടപ്പോൾ അവിടെയും ടീം നിരാശാജനകമായ പെർഫോമൻസ് ആയിരുന്നു നടത്തിയത്. IPL-ൽ 25 ആവറേജിൽ 1300 റൺസാണ് ഗാംഗുലിയുടെ സമ്പാദ്യം. നമ്പർ 3 ആരോൺ ഫിഞ്ച്. T20 ക്രിക്കറ്റിലെ എക്സ്പ്ലോസീവ് താരങ്ങളിൽ ഒരാളാണ് മുൻ ഓസീസ് നായകൻ ആരോൺ ഫിഞ്ച്. T20-ൽ 2 തവണ 150 കടന്നിട്ടുള്ള ഒരേ ഒരു താരവും ഫിഞ്ചാണ്. എന്നാൽ IPL-ലേക്ക് വരുമ്പോൾ ഈ പെർഫോമൻസിന്റെ 7 അയലത്തെത്താൻ ഫിഞ്ചിന് സാധിച്ചിട്ടില്ല. 2010 മുതൽ IPL കളിക്കാൻ തുടങ്ങിയ ഫിഞ്ച് CSK ഒഴികെ ഒട്ടുമിക്ക ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. എന്നാൽ 92 മത്സരങ്ങളിൽ നിന്ന് 2000 റൺസ് നേടാൻ മാത്രമേ ഫിഞ്ചിന് സാധിച്ചിട്ടുള്ളൂ. 2013-ൽ പൂനെയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഫിഞ്ച് നടത്തിയിട്ടുള്ളത്. നമ്പർ 4 ദിനേഷ് കാർത്തിക്. 2008 മുതൽ 2024 വരെ IPL കളിച്ചിട്ടുള്ള താരമാണ് ദിനേഷ് കാർത്തിക്. RCBക്ക് വേണ്ടി വളരെ മികച്ച സ്ട്രോങ് ഫിനിഷ് കാർത്തിക് തന്റെ IPL കരിയറിന് നൽകിയെങ്കിലും ഓവറോളായി തന്റെ ടാലന്റിനോട് നീതി പുലർത്തുന്ന പെർഫോമൻസ് കാർത്തിക് IPL-ൽ നടത്തിയിട്ടില്ല എന്ന് പറയുന്നതാവും വാസ്തവം. ഹ്യൂജ് പ്രൈസ് ടാഗിൽ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, RCB തുടങ്ങിയ ടീമുകൾ താരത്തെ ടീമിൽ എത്തിച്ചപ്പോൾ 2013-ൽ മുംബൈക്ക് വേണ്ടിയും 2018-ൽ കൊൽക്കത്തയ്ക്ക് വേണ്ടിയും മാത്രമായിരുന്നു ഏറ്റവും ഇംപ്രസീവായ ബാറ്റിംഗ് പെർഫോമൻസ് കാർത്തിക് നടത്തിയത്. 2015-ൽ RCB 10 കോടി മുടക്കി കാർത്തിക്കിനെ ടീമിൽ എത്തിച്ചപ്പോൾ 146 റൺസായിരുന്നു ആ സീസണിൽ മൊത്തമായി താരം നേടിയത്. കൊൽക്കത്തയുടെ ക്യാപ്റ്റൻസി 2018-ലെ പെർഫോമൻസിന് ശേഷം കാർത്തിക്കിനെ തേടി വന്നപ്പോൾ മാനേജ്മെന്റുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അവിടെയും ടീം ഇംപ്രസീവായ പെർഫോമൻസ് നടത്തിയില്ല. ഒടുവിൽ 2022-ൽ RCB-ൽ എത്തിയപ്പോഴായിരുന്നു ഒരു ഫിനിഷർ എന്ന നിലയിൽ കാർത്തിക് തിളങ്ങിയത്. 257 മത്സരങ്ങളിൽ നിന്ന് 4800 റൺസ് കാർത്തിക് നേടിയിട്ടുണ്ട്. ഇൻകൺസിസ്റ്റൻസിയാണ് കാർത്തിക്കിന്റെ കരിയറിലെ ഏറ്റവും വലിയ വില്ലനായി മാറിയത്. നമ്പർ 5 ഗ്ലെൻ മാക്സ്വെൽ. എല്ലാ IPL ഓപ്ഷനിലും സ്വപ്ന വില കിട്ടി ടൂർണമെന്റിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്ന ഒരു പ്ലെയറാണ് ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വെൽ. ഓസീസിന് വേണ്ടി തകർപ്പൻ പെർഫോമൻസുകൾ നടത്താറുണ്ടെങ്കിലും IPL-ൽ അത് കാര്യമായി കാണാൻ സാധിച്ചിട്ടില്ല. 2012 മുതൽ IPL കളിക്കുന്ന മാക്സ്വെൽ 2014-ൽ പഞ്ചാബിന് വേണ്ടിയും 2021-23 സീസണിൽ RCBക്ക് വേണ്ടിയും മാത്രമാണ് മര്യാദയ്ക്ക് കളിച്ചുവെന്ന് പറയാൻ പറ്റുന്നത്. മറ്റുള്ള സീസണുകളിലെല്ലാം നിരാശയായിരുന്നു ഫലം. 2024-ൽ 10 മത്സരത്തിൽ നിന്ന് 54 റൺസ് മാത്രം മാക്സ്വെൽ നേടിയപ്പോൾ 2020-ൽ പഞ്ചാബിന് വേണ്ടി ഒരു 6 പോലും അടിക്കാൻ പറ്റാത്ത ഒരു സീസണും ബിഗ് ഷോയ്ക്ക് വന്നിരുന്നു. കിട്ടുന്ന പൈസയുടെ കണക്ക് വെച്ച് നോക്കിയാൽ IPL-ലെ ബിഗ്ഗസ്റ്റ് സ്കാമർ മാക്സ്വെൽ ആണെന്ന് പറയാൻ പറ്റും.